ആന്ധ്രയിലൊക്കെ മീശ വേണം പാസ്റ്റർമാർക്ക്, കേരളത്തിൽ വേണ്ട. അപ്പൊ കേരളത്തിൽ നിന്നൊരു പാസ്റ്റർ മീശയുള്ള ആന്ധ്രയിലെ പാസ്റ്ററെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആന്ധ്രയിൽ വന്നു. അപ്പൊ മീശ ഇല്ലാത്ത പാസ്റ്റർ കേരളത്തിലെ പാസ്റ്ററുടെ പൈസ ഉണ്ട്, മീശ ഉള്ള ആന്ധ്രയിലെ പാസ്റ്ററുടെ പൈസ ഇല്ല. അപ്പൊ കേരളത്തിലെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ നിനക്ക് എത്ര വേണേലും, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ കൺമുമ്പിൽ, എത്ര പൈസ വേണേലും ഞാൻ മാസം തരാം, മീശ എടുക്കണം. പുള്ളി പറഞ്ഞു, നിങ്ങൾ എത്ര തന്നാലും ഞാൻ മീശ എടുക്കൂല. മനുഷ്യന്റെ നീതി സ്ഥാപിക്കാം. എന്നോട് ഒരാൾ പറയാം, അപ്പൊ ഞാൻ ആന്ധ്ര ചെന്നപ്പോൾ എനിക്ക് ആദ്യം മീശ ഉണ്ടായിരുന്നു. അപ്പം കേരളത്തിലൊരു യോഗത്തിന് വന്നപ്പം ആ യോഗമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ മണവാട്ടിക്ക് മീശ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. പെന്തക്കോസ്തി വന്നിട്ട് ഇതൊന്നും അറിയത്തില്ല എന്നുള്ളത് ഒരിക്കലും പറയരുത് കേട്ടോ. പാസ്റ്റർമാരായതുകൊണ്ട് അവർക്ക് എല്ലാം അറിയാമെന്നോ അവർ പറയുന്നതെല്ലാം ശരിയാണെന്നോ ഞങ്ങൾ ഒരിക്കലും സമ്മതിച്ചു തരികയില്ല. എന്തുകൊണ്ടാണ് പുരുഷന്മാരായവർ അല്ലെങ്കിൽ സഹോദരന്മാരായവർ പെന്തക്കോസ്തിൽ മീശ വെക്കാത്തത്? ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യം എന്താണെന്നുള്ളത് നിങ്ങൾക്കും പറഞ്ഞു തരാം. പുരുഷന്മാരുടെ ഗർവമാണ്, അവരുടെ അഹങ്കാരമാണ്, അവരുടെ ഒരു പ്രൗഢിയാണ്, അല്ലെങ്കിൽ ഒരു അഭിമാനമാണ് മീശ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മുടെ ഈ ജഡത്തെ നമ്മൾ ക്രൂശിക്കുന്നു. ഓരോ ദിവസവും ഈ ജഡത്തെ ക്രൂശിക്കുക എന്നുള്ളതാണ് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മീശ എടുക്കുന്ന നിമിത്തം അവരുടെ അഭിമാനം, അവരുടെ അഹങ്കാരം എന്ന് തോന്നുന്നത് ആ ജഡത്തെ ക്രൂശിക്കുന്ന ഒരു സിമ്പിളായി മാത്രമാണ് ഞങ്ങൾ കാണുന്നതും അങ്ങനെ പഠിപ്പിക്കുന്നതും.